ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. കാലപ്പഴക്കവും ബലക്ഷയവും ഉണ്ടായിട്ടും പൊളിച്ചുമാറ്റാൻ വൈകിയ പൊന്നാനി അങ്ങാടിയിലെ ഒരു കെട്ടിടം കൂടി തകർന്നു വീണു. അപകട സമയത്ത് കെട്ടിടത്തിലെ കടകളിലും മുൻവശത്തെ റോഡുകളിലും ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. പുളിക്കൽ ആന്തിയൂർക്കുന്ന് വടക്കൻമല മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. മലയുടെ ഒരു ഭാഗത്ത് രൂപപ്പെട്ട വിള്ളലുകളിൽ മഴവെള്ളം നിറഞ്ഞ് ഏതു നിമിഷവും അപകടമുണ്ടാവാം. പ്രബന്ധ മത്സരത്തിന് സമ്മാനത്തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകി കാലിക്കറ്റ് സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥി. മലയാള പഠന വിഭാഗത്തിലെ KT പ്രവീണാണ് പ്രബന്ധ മത്സരത്തിൽ തനിക്ക് ലഭിച്ച തുക ദുരിതബാധിതർക്ക് നൽകിയത്. ശക്തമായ മഴയിൽ കടലുണ്ടിപ്പുഴ കരകവിഞ്ഞു. വിവിധ ഭാഗങ്ങളിൽ വെള്ളം കരയിലേക്ക് കയറിയിട്ടുണ്ട്. തോടുകൾ ഉൾപ്പെടെ നിറഞ്ഞു കവിഞ്ഞതിനെ തുടർന്ന് പുഴയോരങ്ങളിൽ ഉൾപ്പെടെയുള്ള റോഡുകളും വെള്ളത്തിലാണ്. പതിറ്റാണ്ടുകളായി മലമുകളിൽ ദുരിതജീവിതം നയിക്കുന്ന ആദിവാസികൾക്ക് സ്വപ്ന ഭവനങ്ങൾ ഉണർന്നു. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മണ്ണാർമല ചീനിക്കപ്പാറ ആദിവാസി നഗറിൽ താമസിച്ചിരുന്ന 3 കുടുംബങ്ങൾക്കാണ് മലയുടെ താഴ്ഭാഗത്ത് വീട് നിർമ്മിച്ചത്. ഇക്കഴിഞ്ഞ ഹജ്ജ് വേളയിൽ കാണാതായ മലപ്പുറം സ്വദേശിയായ തീർത്ഥാടകൻ മരിച്ചതായി സ്ഥിരീകരിച്ചു. വാഴയൂർ തിരുത്തിയാട് സ്വദേശി മണ്ണൻകടവത്ത് മുഹമ്മദാണ് മരിച്ചത്. മഴ ശമിച്ചതോടെ തിരൂരിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ താഴ്ന്നു തുടങ്ങി. താലൂക്കിലെ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. ശേഷിക്കുന്ന 11 ക്യാമ്പുകളാണ് 232 കുടുംബങ്ങൾ തുടരുന്നത്. ഭാരതപ്പുഴ ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ നദികളിലും ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങി. 10 ദുരിതാശ്വാസ ക്യാമ്പുകളിലെങ്കിലും പ്രവർത്തനം അവസാനിപ്പിച്ചു. ജില്ലയിലെ പ്രധാന റോഡുകളിൽ നിന്നെല്ലാം വെള്ളക്കെട്ട് നീങ്ങി. എവിടെയും ഗതാഗത തടസ്സമുണ്ടായില്ല. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.